ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന് കഴിഞ്ഞ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാം. ഞായറാഴ്ചയാണ് സിനിമയ്ക്ക് കിട്ടിയത്. എത്ര കോടിയാണ് സിനിമ നേടിയെടുത്തതെന്ന് പരിശോധിക്കാം നമുക്ക്. സിനിമ കണ്ടവരെന്തെങ്കിലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം നമ്മുടെ ജിത്തു ജോസഫിന്റെ മൂന്നാം വരവ് തന്നെയാണ് ദൃശ്യം എന്ന സിനിമയിലൂടെ. നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഓവർസീസിലും സിനിമയ്ക്ക് നല്ല പ്രോമിസിംഗ് ആയ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമായിട്ട്. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ ഫൈനൽ എന്തെങ്കിലും കൺബോക്സ് ചെയ്യപ്പെടുക. സിനിമ എത്ര വരെ പോകും, സിനിമയുടെ ഫൈനൽ ഗ്രോസ്. ആ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ലാലിന്റെ ആദ്യ 300 കോടി സിനിമ തന്നെ ആകുമോ നമ്മുടെ ദൃശ്യം എന്ന സിനിമ? എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക്. എന്തെങ്കിലും പടത്തിന് ഞായറാഴ്ചത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു ബുക്കിംഗ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കണ്ടതാണ്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് കളക്ഷൻ ആയിട്ട് ഞായറാഴ്ച ഡബിൾ ഡിജിറ്റ് കാണാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു നമ്പേഴ്സ് കാണുന്നുണ്ട്. 9,63,00,000 സിനിമയുടെ ഞായറാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം 38,70,00,000 ട്രാക്കിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയിട്ട് പോലും സിനിമയ്ക്ക് അഡ്വാൻസ് ആയിട്ട് 3 കോടിന് മുകളിലാണ് ബുക്കിംഗ്സ് കാണാൻ സാധിച്ചത്. എന്തെങ്കിലും വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമയ്ക്ക് 48% ഒക്യുപ്പൻസിൽ സിനിമയ്ക്ക് ബുക്കിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് തിങ്കളാഴ്ചക്ക്. എന്തായാലും നല്ലൊരു നമ്പേഴ്സ് തന്നെ ആയിരിക്കും തിങ്കളാഴ്ച വരാൻ പോകും നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ ഓവർസീസ് റിപ്പോർട്ട് തന്നെയാണ്. ഇന്ത്യയിലെ വെളിയിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെയാണ്. 80 കോടിയിലോട്ടാണ് പോകുന്നത് സിനിമയുടെ ഓവർസീസ് ബോക്സ് ഓഫീസ് ആയിട്ട്. നല്ലൊരു നമ്പേഴ്സ് തന്നെയാണ് ഓവർസീസിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും കന്നഡ ആണെങ്കിലും സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം തമിഴ്നാട് കറുപ്പ് സിനിമേന്റെ ഒരു ആവേശം തന്നെയാണ്. അതിനിടയിൽ പോലും നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്ത് നല്ലൊരു ഗ്രോസ് കളക്ഷൻ കയറി വരുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിന്. പിന്നെ തെലുങ്ക് ആണെങ്കിലും സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സ് കാണുന്നുണ്ട്. നമ്മുടെ ഇതുവരെ റിലീസ് ചെയ്ത ഏതൊരു മലയാള സിനിമയ്ക്കിനേക്കാളും നല്ലൊരു ഓപ്പണിംഗും ആണ് തെലുങ്കിലും സിനിമയ്ക്ക് ലഭിച്ചത് വരവേൽപ്പായിട്ട്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് നമ്പേഴ്സ് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 140,09,00,000 നമ്പേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കും. സിനിമ 150 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും ഈ ആഴ്ച ആരംഭിക്കുന്ന തന്നെ സിനിമ ഒഫീഷ്യലായിട്ട് 150 കോടിയിലോട്ട് എൻട്രി ചെയ്തുകൊണ്ട് തന്നെയാണ്. ഈ ആഴ്ച അവസാനിക്കുമ്പോൾ സിനിമ അപ്പോൾ ഓൾമോസ്റ്റ് 200 കോടിയുടെ മുകളിൽ എത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്ന ട്രാക്കേഴ്സിന്റെ നമ്പേഴ്സ് അനുസരിച്ച്. കാരണം നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീഴ്ച കാണുന്നില്ല ഇതുവരെ ആയിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് നമ്പേഴ്സ് പറയാൻ സാധിക്കും നമുക്ക് 200 കോടിയുടെ മുകളിൽ എത്തുമെന്ന്. അത് മാത്രമല്ല സിനിമയ്ക്ക് ഓവർസീസിൽ ഓൾമോസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 80 കോടിയിലോട്ട് മുകളിലോട്ട് പോവുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം എമ്പുരാൻ സിനിമയ്ക്ക് ഒരു വധഭീഷണിയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷൻ. എന്തായാലും ഓവർസീസിൽ ടോപ്പ് കളക്ഷൻ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് നിലവിൽ ഇതുവരെ ആയിട്ട്. എന്തായാലും ദൃശ്യം സിനിമ മാറുമോ ആ ഒരു നമ്പേഴ്സിലോട്ട് കാത്തിരിക്കുന്നത് ചെയ്യേണ്ടി വരും നമുക്ക്. എന്തായാലും പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുക. നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നമ്പേഴ്സിനായിട്ടും കേരള ബോക്സ് ഓഫീസിനായിട്ടും. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക്.